പോയോ? സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോ അളിയൻ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ? അല്ല, വഴക്കുണ്ടാക്കല്ലേന്ന്. അളിയൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കേ. ഒരിക്കലും വീട്ടിൽ നിന്ന് കഴിച്ചതിന്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തുവാ? കല്യാണം നിന്റെ പെങ്ങളെ കെട്ട് കഴിഞ്ഞ് വർഷം 6 ആയിട്ടും വാക്കിന് വില കാണിക്കാത്ത നിങ്ങളൊക്കെ വലിയ സത്യക്രിസ്ത്യാനികൾ. ഞാൻ വെറും നസ്രാണി. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. കാശ് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോ. കൊച്ചുറാണിയും പിള്ളാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. വർക്കിച്ചായ നിർത്ത്. ആൾക്കാരൊക്കെ അതൊക്കെ നിനക്ക് അറിയാല്ലടാ. എല്ലാരും അറിയട്ടെ, എന്റെ ഭാര്യ വീട്ടുകാരുടെ ഗുണവധികാരം. കുറെ കാലമായി ഞാനിവിടെ പട്ടിയെ പോലെ കുഞ്ഞേ, അങ്ങനാണെ നീ ഒരു കാര്യം ചെയ്യ്. എന്താ? എന്റെ മകൾ കൊച്ചുറാണിയെ മാത്രം നീ ഇങ്ങ് കൊണ്ടാക്കിയേര്. നിനക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്നു കൂട്ടിക്കൊണ്ടുവന്നോളാം അവളെ. അപ്പൊ പിള്ളാരാ? എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു. നിന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നീയല്ലേ വർക്കി കുഞ്ഞേ? അല്ലേ ദിവാകര? അത് പിന്നെ ഈ പ്രസവിച്ചത് ഞാനാണെങ്കിലും നീ ഇങ്ങ് വന്നേ വർക്കി. കൊച്ചവളുടെ കൂടെ അല്ലേ? ശരിയപ്പ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അളിയാ. അളിയാ, നീ എന്നെ പോലെ കുടുംബകാര്യം മാത്രം നോക്കാതെ ഇടയ്ക്ക് സ്റ്റാൻഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നേ. നമുക്ക് വീട്ടുകാരും പറഞ്ഞിരിക്കാം. അമ്മേ, ആ കുഴമ്പ് തീർന്ന അമ്മേ? തീർന്നു മോനെ. വാങ്ങിച്ചു കൊടളിയാ. അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ വാങ്ങിച്ചോളാം. കാശ് ഇങ്ങ് തന്നാ മതി. എന്താളിയാ, കാശ് കുടുംബകാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ആരാ എന്റെ ഓട്ടോ കൊണ്ടുപോയി പിടിപ്പിച്ചത്? അല്ല, നിങ്ങളവനെ എന്നാ പറഞ്ഞ സമാധാനിപ്പിച്ചേ? എന്തോന്ന് പറയാനാടി, അടുത്ത വിളവിന് അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞു. ഏത് വിഷമങ്ങളും ഏതാണ്ട് ഇങ്ങനെ തന്നെ അപ്പൻ നേരിടാറ്. ഒരു മാജിക്കാരൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിയെ പോലെയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അപ്പൻ്റെ മുന്നിൽ. അപ്പൻ്റെ വാക്കുകൾ തന്ന ശക്തിയിലാണ് ഞാൻ ജെസിമോള് നഷ്ടമായാലുള്ള വിഷമം മറന്നു തുടങ്ങിയതും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും. ജെസിമോളുടെ രണ്ടാമത്തെ പ്രസവം. എന്നോടുള്ള വാശിക്കാണോ ഇവളിങ്ങനെ പിള്ളേരെ പെറ്റുകൂട്ടുന്നതെന്ന് എനിക്കൊരു സംശയം. സാറേ, പലിശ മുഴുവനും ഉണ്ട്. എണ്ണി നോക്കണ്ട, കുറഞ്ഞു പോയാലോ. ഇതെന്നാ ജോസുട്ടി, 6000 രൂപ കുറവ്? എന്നാണാവോ? എണ്ണിപ്പോ കുറവായതാണോ? ജോസുട്ടി, ഇത് എന്നോട് തന്നെ വേണോ? എന്റെ ഒരു പഴയ വിദ്യാർത്ഥിയാണെന്ന സ്നേഹം കൊണ്ടാ നിന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നപ്പോ ഇത്രയും വലിയ തുക ഒന്നിച്ചു തന്നത്. അതിന് പലിശ പോലും കറക്റ്റായി തരില്ലാന്ന് വെച്ചാ അത് ഒരവസ്ഥ. ഒന്നും പറയണ്ട. നിന്നെ പോലെ ഗുരുഭക്തി ഇല്ലാത്ത പിള്ളേരുടെ മുമ്പിൽ വർഷങ്ങളോളം വായിട്ടലച്ചുണ്ടാക്കിയ കാശാ ഞാൻ പലിശ കൊടുക്കണേ. വായിട്ടല്ലല്ലോ അലച്ചത്. നീ വല്ലതും പറഞ്ഞോ? അല്ല, ഭയങ്കരായിട്ട് സാറ് അധ്വാനിച്ചതിന്റെ ഒരു മണ മൂക്കിൽ. ഇങ്ങനെയാണെങ്കിൽ ശരിയാകില്ല. 3 മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും തിരിച്ചു തരണം. സാറേ, സാറും ഒന്നുമല്ല, 3 മാസം അതിനുള്ളിൽ കാശ് തന്നില്ലെങ്കിൽ നീയും മോളിക്കുട്ടി അടക്കം എന്റെ 2 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരും.